ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാം ഡേ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് എഡ്ജിലെ ഒരു സ്ക്രീനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് എഡ്ജിലെ പ്രീമിയം സ്ക്രീനറാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എഡ്ജിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ സ്ക്രീനർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാനുള്ള കോഡ് ഞാൻ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ സ്റ്റോക്ക് എഡ്ജിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് ഫ്രീ ആയിട്ട് ഈ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്ക്രീനിൽ ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റോക്സിൽ സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് എഡ്ജിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡെറിവേറ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് OI ട്രെൻഡ് ഉണ്ട്. അത് OI ട്രെൻഡ് ന്യൂ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ വരണം. ഇതുപോലെ ഷോർട്ട് കവർ ലോങ് കവർ ഒക്കെ വരാമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ന്യൂ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ വരണം. രണ്ടാമത്തെ ഇവിടെ ക്യുമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് 10% കൂടുതൽ വേണം. അപ്പോൾ ഇവിടെ 33% കൂടുതലുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ വോളിയം ആൻഡ് ഡെലിവറി. അപ്പോൾ ഇവിടെ നമുക്ക് 7.6x 3.1x ഉണ്ട്. അപ്പോൾ മിനിമം അത് 2x എങ്കിലും വരണം. അപ്പോൾ 2x അതിന് മുകളിൽ വരാണെങ്കിൽ അത്തരം സ്റ്റോക്സിൽ മാത്രമേ സെലക്ട് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റോക്ക് OFSS ആണ്. അപ്പോൾ അതിൻ്റെ OI ട്രെൻഡ് ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ മാച്ച് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ക്യുമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ വേണം. അതിവിടെ 33.3% ഉണ്ട്. അപ്പോൾ അതും മാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വോളിയം ഡെലിവറി, അത് 7.6x 3.1x ഉണ്ട്. അപ്പോൾ നമ്മുടെ മിനിമം 2x ആണ് വേണ്ടത്. അപ്പോൾ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടി OFSS സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓപ്ഷൻ ചെയ്നി പോവാം. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത പ്രൈസ് ഇവിടെ 9658 അപ്പോൾ ഈ സ്പോട്ട് പ്രൈസിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്കിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ OI പ്ലസ് ഓർ മൈനസ് ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 9500 അതുപോലെ 9800 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ രണ്ട് ലെവൽസ് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് OFSന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ആദ്യം 9500 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 13-ാം തീയതിയിലത്തെ ഡാറ്റയാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തേക്കാം. 9500 മാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ തൊട്ട് താഴെ സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കാണാം. ആ ഒരു സപ്പോർട്ട് കൂടി മാർക്ക് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അടുത്ത റെസിസ്റ്റൻസ് ആണ്. 9800 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ 9800 കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഹൈ വന്നിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് ഹൈ വന്നിരിക്കുന്നത്. ആ ഒരു ഹൈയും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തതെന്ന്. കണ്ടോ, എക്സാക്റ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി. കണ്ടോ, 9500 ലെവലിൽ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, എക്സാക്റ്റ് നമ്മുടെ 9800 ലെവലിൽ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു താഴേക്ക് വന്നു. കണ്ടോ, ഓക്കെ. അപ്പോൾ അടുത്ത ദിവസവും മാർക്കറ്റ് അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ 9457 ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ മാത്രമല്ല സ്വിംഗ് ട്രേഡിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ദിവസം ഈ ഒരു 9500 സപ്പോർട്ട് എടുക്കണ്ടോ നോക്കാം. സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാണെങ്കിൽ നമുക്ക് ബൈക്ക് ചാൻസ് ഉണ്ട്. അതല്ല ഈ 9457 ലെവലിൽ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡിനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് മാരിക്കോ ആണ്. അപ്പോൾ മാരിക്കോ ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് 27 ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വോളിയം ആൻഡ് ഡെലിവറി 5.8x 7.8x ഉണ്ട്. അപ്പോൾ നമുക്ക് മാരിക്കോ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 611.25 അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് ഇങ്ങനെ സ്ട്രൈക്കിൽ എന്താ സംഭവിച്ചത് നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് 610 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 610 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. മാരിക്കോ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ വന്ന് സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയി നോക്കാം. ഈ ഒരു ലെവൽ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ രണ്ട് ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു.
വീണ്ടും ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നേക്കാണ്. അപ്പോൾ 610 നമുക്ക് മനസ്സിലായി ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. അതുകൊണ്ട് പിന്നെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് 612.70 മനസ്സിലായി. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് കണ്ടോ 612.70 ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി പോകാൻ ചെയ്തു. പിന്നെ ഹയസ്റ്റ് പിന്നുള്ളത് 620 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. 620 നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് 620 ടച്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ താഴേക്ക് വരാണ് കേട്ടോ. പിന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹൈ കൂടി മാർക്ക് ചെയ്യാം. ഇനി മാർക്കറ്റ് ഇനി മാരിക്കോ നല്ല രീതിയിൽ അപ്സൈഡ് പോകണമെങ്കിൽ ഈ 621.90 മുകളിൽ പോകണം. അതല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനാണ് ചാൻസ്. മാർക്കറ്റ് ഇതുപോലെ താഴേക്ക് വന്ന് വീണ്ടും ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കും. അതല്ല ഈ ഒരു 610 ലെവൽ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇനി ഈ ഒരു 621.90 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻട്രാഡേക്കും അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിനും ഈ ലെവൽസ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. പിന്നെ LTF ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ന്യൂ ഷോർട്ട് കവറാണ്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. കാരണം നമ്മൾ ന്യൂ ലോങ്ങും ന്യൂ ഷോർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഗുഡ് ഗ്യാസ് ലിമിറ്റഡ് വന്നിട്ടുണ്ട്. അത് ന്യൂ ലോങ് പൊസിഷനാണ്. പിന്നെ അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10.6% ഉണ്ട്. പക്ഷേ നമുക്കിവിടെ വോളിയം ആൻഡ് ഡെലിവറി നോക്കുകയാണെങ്കിൽ 1.3x ഉള്ളൂ. നമുക്ക് മിനിമം 2x എങ്കിലും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുഡ് ഗ്യാസ് ലിമിറ്റഡ് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ സൺ ടി വി പിന്നെ അല്ലെങ്കിൽ സൺ ടി വി ആണ്. സൺ ടി വി ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് 10 താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കാൻ അവോയ്ഡ് ചെയ്യാണ്. നമുക്ക് ഇന്ന് ആകെ കിട്ടിയത് 2 സ്റ്റോക്സിൽ OFSസും മാരിക്കുമാണ്. രണ്ടും നല്ല രീതിയിൽ ആ ഒരു ലെവൽസ് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ റെസിസ്റ്റൻസിന് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലെവൽസ് ഇതേപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേക്ക് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലേക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവൽ ഫോളോ ചെയ്യാവുന്നതാണ്. സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നല്ല രീതിയിൽ ഈ ലെവൽസ് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം കുറച്ച് ദിവസത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ആദ്യം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം കുറച്ച് ദിവസങ്ങളിലേക്ക്. അതിനുശേഷം നിങ്ങൾക്കത് വർക്കിംഗ് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കിത് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു സ്ട്രാറ്റജി വീഡിയോസുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.